ഹലോ മലയാളം ഇനി പോകുന്നു. ഈ ദിവസം നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ വാർത്തയുടെ സമയത്തിലേക്ക് പോകാം. ദ ബിഗസ്റ്റിലേക്ക്. നമുക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ ഏറ്റവും സജീവമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ച അത് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ബിഗസ്റ്റിലും അത് തന്നെയാണ്. വഖഫ് ഭൂമി വിഷയം അത് മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPIM. കണ്ണൂർ തളിപ്പറമ്പിലെ സർ സെയ്ദ് കോളേജ് സ്ഥിതി ചെയ്യുന്ന 25 ഏക്കർ വഖഫ് ഭൂമി മുസ്ലിം ലീഗ് നേതാക്കൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. ഇതിനായി തളിപ്പറമ്പിലെ ഭൂമി വഖഫ് അല്ലെന്ന് സത്യവാങ്മൂലം നൽകിയെന്നും ആരോപണങ്ങളുണ്ട്. മുഖ്യമന്ത്രി നേരിട്ടാണ് ലീഗിനെതിരെ ആക്രമണം കടുപ്പിക്കുന്നത്. കാണാം ദ ബിഗസ്റ്റ്. തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള 25 ഏക്കർ ഭൂമിയിലാണ് സർ സെയ്ദ് കോളേജിന്റെ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 1966 ആരംഭിച്ച കോളേജിന് 1967 അന്നത്തെ മുത്തവല്ലിയായ KV സൈനുദ്ദീൻ ഹാജി ഭൂമി അനുവദിച്ചത്. ഈ ഭൂമിക്ക് തങ്ങളാണ് നികുതി അടച്ചു വരുന്നത് എന്നാണ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത്. 2021 2 സ്വകാര്യ വ്യക്തികൾ ഇതിനെതിരെ പരാതിയുമായി രംഗത്തെത്തി. പള്ളിയുടെ ഭൂമിക്ക് പള്ളി തന്നെ നികുതി അടയ്ക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം പരിഗണിച്ച തളിപ്പറമ്പ് തഹസീൽദാർ കോളേജിന്റെ പേരിലുള്ള തണ്ടപ്പേർ പള്ളിയുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾക്കിടെയാണ് കോളേജ് മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ഈ സത്യവാങ്മൂലത്തിൽ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി വഖഫ് അല്ലെന്നും നരിക്കോട്ട് ഇല്ലത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നതാണെന്നുമാണ് ആരോപണം. ഇക്കാര്യം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. ഭൂമി സ്വന്തം പേരിലാക്കാൻ കോളേജ് മാനേജ്മെന്റ് നടത്തുന്ന ശ്രമം വഖഫ് ബില്ലിനെതിരായ പ്രതിഷേധങ്ങളെ തുരങ്കം വെക്കുന്നുവെന്ന് വഖഫ് ഭൂമി സംരക്ഷണ സമിതി ചെയർമാൻ കരീം. ഇവരിപ്പം ഹൈക്കോടതിയിൽ പോയിട്ട് പുതിയ വാദവുമായിട്ട് വന്നിട്ടുള്ളത്. ആ പുതിയ വാദം എന്താണ് പറഞ്ഞത് പറഞ്ഞാൽ ഇത് വഖഫിൻ്റെ ഭൂമിയല്ല, ഇത് നരിക്കോട്ട് ഈത്തച്ചേരി ഇല്ലത്തിൻ്റെ ഭൂമിയാണ്. എൻ്റെ പുതിയ വാദങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തളിപ്പറമ്പിൻ്റെ മാത്രമല്ല, ഇത് മൊത്തത്തിൽ ഇത്തരത്തിലൊരു കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പം നാളെ വേറൊരാളും കൂടെ പറയും ഇത് അമ്പലത്തിൻ്റെ ഇതിൻ്റെ ഭൂമിയാണ്, ഇല്ലത്തിൻ്റെ ഭൂമിയാണ്, ഇത് വഖഫിൻ്റെ ഭൂമിയല്ല. നാളെ ഇത് വെച്ചുകൊണ്ട് എല്ലാവർക്കും ബാധിക്കാമല്ലോ. അപ്പോൾ ഇത് കോളേജിനെ മാത്രം ബാധിക്കുന്നവരല്ല, തളിപ്പറമ്പിലുള്ള 550 ഏക്കർ ഭൂമി നേരത്തെ പലതരത്തിൽ ഏറ്റെടുത്ത ഭൂമിക്ക് മൊത്തമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഇനി വാദം ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത്. അത് ഗുരുതരമായ ഭവിഷ്യത്ത് വരാൻ വേണ്ടി പോവുകയാണ്. അതേസമയം വഖഫ് ഭൂമിയല്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടില്ലെന്നും കോളേജിനെ തകർക്കാനുള്ള ശ്രമമാണ് ഇത്തരം ആരോപണത്തിന് പിന്നിലെന്നുമാണ് സർ സയ്യിദ് കോളേജ് മാനേജരും മുസ്ലിം ലീഗ് നേതാവുമായ അള്ളാംകുളം മഹമൂദ് പറയുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിലുള്ള ഒരു റിട്ടുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കോളേജിൻ്റെ സ്ഥലം ജമാഅത്ത് പള്ളിയല്ല എന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞു പറയുന്നത്. എന്നാൽ ആ റിട്ടിൽ എല്ലാ സ്ഥലത്തും 3 സ്ഥലങ്ങളിലായി വളരെ കൃത്യമായിട്ട് ഈ ചാർത്താധാരം 967 തളിപ്പറമ്പ് ജമാഅത്ത് പള്ളി കമ്മിറ്റിയിൽ നിന്നും കോളേജിനും സർ സെയ്ദ് മാനേജ്മെൻറ്റിനും തന്നതാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ കോളേജിൻ്റെ പ്രവർത്തനത്തെ തടയുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില തൽപര കക്ഷികളുടെ എതിർപ്പുകൾ ഈ സ്ഥാപനത്തിനുണ്ടായിട്ടുണ്ട്. അവർ തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി തർക്കം രാഷ്ട്രീയ പോരാട്ടമായും മാറിക്കഴിഞ്ഞു. പാർലമെന്റിൽ വഖഫ് ബില്ലിനെതിരെ വോട്ട് ചെയ്ത മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വഖഫ് ഭൂമി സ്വന്തമാക്കാനാണ് ശ്രമമെന്ന് CPIM ആരോപിക്കുന്നു. മുസ്ലിം ജമാഅത്ത് പള്ളി കമ്മിറ്റിയുടെ കൈവശാവകാശത്തിലുള്ള വഖഫ് ഭൂമി പാട്ടത്തിന് നൽകിക്കൊണ്ടാണ് കോളേജ് ആരംഭിക്കുന്നത്. പാട്ടത്തിന് നൽകിയ ഭൂമി വഖഫ് ഭൂമിയല്ലെന്നും അതോടൊപ്പം ആ ഭൂമി ഞങ്ങളുടെ സ്വന്തം ഭൂമിയാണ് എന്നുമുള്ള വ്യാജരേഖയുണ്ടാക്കുകയാണ് ഇപ്പോഴത്തെ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി നടത്തുന്നത്.
അതിപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ നിലവിലുണ്ടായിരുന്ന 18-അംഗ വഖഫ് ഭരണസമിതിയുടെ അറിവോടെയാണ് ഭൂമി സ്വന്തമാക്കാൻ ലീഗ് നേതാക്കൾ നേതൃത്വം നൽകുന്ന കോളേജ് മാനേജ്മെന്റ് ശ്രമിച്ചതെന്നാണ് ആരോപണം. പുതിയ മുത്തവല്ലി ചുമതലയേറ്റതിന് പിന്നാലെയാണ് ഈ നീക്കത്തെ പ്രതിരോധിച്ചതെന്നും വഖഫ് ഭൂമി സംരക്ഷണ സമിതി പറയുന്നു. തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളിക്ക് കീഴിൽ 600 ഏക്കർ ഭൂമിയാണ് ആകെ വഖഫ് ചെയ്തിരുന്നത്. എന്നാൽ ഇതിൽ 100 ഏക്കറിൽ താഴെ ഒഴിച്ച് മറ്റെല്ലാം സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയെന്നും ഇവർ പറയുന്നു. വഖഫ് ബില്ലിനെതിരെ സമരം ശക്തമാക്കുമ്പോഴും നേരത്തെയുണ്ടായിരുന്ന വഖഫ് ഭരണസമിതി ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് നൽകാൻ കൂട്ടുനിന്നെന്ന് സമ്മതിക്കുകയാണിവർ. നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.